നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അതിനാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരം നാളെയാണ്. FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ സെവിയയുടെ മൈതാനത്ത് നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഏറ്റുമുട്ടേണ്ടത്. കളിക്ക് വേണ്ടി സെവിയയിലേക്ക് FC ബാഴ്സലോണയുടെ താരങ്ങളും റയൽ മാഡ്രിഡ് താരങ്ങളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ FC ബാഴ്സലോണയുടെ പ്രസ് കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞു. എന്നാൽ റയൽ മാഡ്രിഡിന്റെ ഓപ്പൺ പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്യുന്നു. ഓപ്പൺ ട്രെയിനിങ് സെഷൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. ക്ലബിന്റെ ഡിന്നർ ക്യാൻസൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫബ്രിസിയോ റൊമാനോ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കളിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരുന്ന റഫറിമാര് റയൽ മാഡ്രിഡ് ടിവിക്കെതിരെ ഒക്കെ സംസാരിക്കുന്ന സ്ഥിതിവിശേഷം പ്രസ് കോൺഫറൻസിൽ വളരെ അസാധാരണമായിട്ടുള്ള സംഭവമാണത്. ഈ റഫറിമാരുടെ നേരത്തെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ റയൽ മാഡ്രിഡ് ടിവി ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ റഫറിമാർ അതിനോട് കളിക്ക് മുമ്പ് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇമ്പാർഷ്യലായിട്ട് അവർക്ക് കളി നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മെയിൻ റഫറിയും പറഞ്ഞു, വാറിൽ ഇരിക്കുന്ന റഫറിയും പറഞ്ഞു. അപ്പോൾ ഈ റഫറിമാരെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റയൽ മാഡ്രിഡ് കംപ്ലൈന്റ് കൊടുത്തിരുന്നു RFEF-ന്. പക്ഷെ RFEF അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. സോ പാർഷ്യാലിറ്റി എല്ലാ സാധ്യതയും അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് കടുത്ത നടപടികളിലേക്ക് പോകുന്നു. ഒരു പക്ഷേ കളി പോലും ഉപേക്ഷിച്ച് റയൽ മാഡ്രിഡ് തിരികെ ഹോമിലേക്ക് പോയേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരും. നമ്മൾ വിശദമായിട്ട് നോക്കിയാണ്. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു, റയൽ മാഡ്രിഡ് ആർ സെറ്റ് ടു ക്യാൻസൽ ഓപ്പൺ ട്രെയിനിങ്, പ്രസ് കോൺഫറൻസ് ആൻഡ് ക്ലബ് ഡിന്നർ ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കെ കോട്ട് ചെയ്താണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമയം 10:45, ഇപ്പൊ സമയം കഴിഞ്ഞു. 10:45 ഇന്ന് രാത്രി 10:45 ആഞ്ചലോട്ടിയും ലൂക്ക മോഡ്രിച്ചും മാധ്യമങ്ങളെ പ്രസ് കോൺഫറൻസിൽ കാണേണ്ടിയിരുന്നത്. അത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോ ഓപ്പൺ ട്രെയിനിങ് സെഷൻ ക്യാൻസൽ ചെയ്യുന്നു, ഡിന്നർ ക്യാൻസൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കടുത്ത നടപടികളിലേക്ക് പോകുന്നു. റയൽ മാഡ്രിഡിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ റഫറിമാരെ റീപ്ലേസ് ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് RFEF ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. സ്പാനിഷ് മാധ്യമങ്ങൾ, അതായത് ഇപ്പോൾ എൽ ചിരിങ്കിറ്റോ TV ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു. റയൽ മാഡ്രിഡിന്റെ ലോയേഴ്സ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ക്ലബ്ബ് ആവശ്യപ്പെടുന്നത് അപ്പോളജിയാണ്. റഫറിമാര് മാപ്പ് പറയണം. ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രസ്താവന, സാധാരണ നടക്കാത്ത പ്രസ്താവനയാണ്. അങ്ങനെ പ്രസ്താവന പറഞ്ഞതിൽ റഫറിമാര് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോകുന്നു എന്ന് എൽ ചിരിങ്കിറ്റോ TVയുടെ റിപ്പോർട്ട് വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട്, അറ്റ് ദി മൊമെന്റ് ഇറ്റ്സ് നോട്ട് കൺഫേംഡ് ദാറ്റ് റയൽ മാഡ്രിഡ് വിൽ പ്ലേ ദി ഫൈനൽ ടുമാറോ. നാളത്തെ ഫൈനൽ മത്സരം റയൽ മാഡ്രിഡ് കളിക്കും എന്ന് നമുക്കിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. റയൽ മാഡ്രിഡ് പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ട്രെയിനിങ് സെഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. സോ കാര്യങ്ങൾ അതിദ്രുതം പുരോഗമിക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റയൽ മാഡ്രിഡ് ആർ കൺസിഡറിംഗ് ഗോയിങ് ഹോം ആൻഡ് നോട്ട് പ്ലേയിങ്. എൽ ചിരിങ്കിറ്റോ TVയുടെ റിപ്പോർട്ടാണ്. ദേ ആർ പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റഫറീസ് കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ചിരിങ്കിറ്റോ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ റയൽ മാഡ്രിഡ് തിരികെ പോകുന്നത് പോലും കൺസിഡർ ചെയ്തു. റയൽ മാഡ്രിഡ് ഇതാ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോകുന്നു. അതുപോലെ തന്നെ കൺഫേം ചെയ്ത മറ്റൊരു കാര്യം കൂടി റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻ ദി നെക്സ്റ്റ് അവേഴ്സ് റയൽ മാഡ്രിഡ് വിൽ മേക്ക് എ ഡിസിഷൻ വെദർ ടു പ്ലേ ഓർ നോട്ട്. കളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അടുത്ത മണിക്കൂറുകൾ റയൽ മാഡ്രിഡ് എടുക്കുമെന്നാണ്. സോ വളരെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഉണ്ടാവുന്നത്. കളി നടക്കട്ടെ, കളി ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കട്ടെ. നമ്മൾ കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ അല്ലേ. പക്ഷേ റഫറിമാർ ഒരു അപ്പോളജിയെങ്കിലും നടത്തണം എന്നുള്ളത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.